നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽ ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഓക്കെ, ഡെത്തിന്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്. ഫസ്റ്റ് കാർഡ് ഡെത്ത് ആണ് വന്നിട്ടുള്ളത്. ദെൻ സെക്കൻഡ് കാർഡ് ഈസ് ഹിയർ സിക്സ് ഓഫ് സോൾസ്. സിക്സ് ഓഫ് സോൾസിന്റെ എനർജീസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഗിവ് മീ ടു കാർഡ്സ്. എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് and then Queen of Swords. Two of Wands, Hanged Man, Three of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ദി മൂൺ കാർഡാണ് ബോട്ടംസിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാർഡ്സ് കാണാൻ പറ്റുന്നു എന്ന് ഞാൻ ട്രസ്റ്റ് ചെയ്യാണ്. ബിക്കോസ് ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട് നമുക്ക് നന്നായിട്ട്. ഓക്കെ, റീഡിങ്സിൽ സയൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർപിയോ ആക്റ്റീവാണ്, ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, വാട്ടർ സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ. ടോറസിൽ സജിറ്റേറിയസും അതുപോലെ തന്നെ കാപ്രിക്കോണും ആക്റ്റീവാണ്. വിർഗോ ആക്റ്റീവാണ് കേട്ടോ. ലിബ്ര, സ്കോർപിയോ, പൈസസ് ആക്റ്റീവാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിലും നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒക്കെ പൈസസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഈരീസ്, ക്യാൻസർ. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ എർത്ത് പ്ലസ് വാട്ടർ കോമ്പിനേഷൻ ആണ് നമുക്ക് ഈ റീഡിങ്സിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. എർത്ത് പ്ലസ് വാട്ടർ കോമ്പിനേഷൻ എന്താണ്? ബാലൻസ്. രണ്ടിനെയും ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളൊരു എനർജിയാണ്. ബാലൻസിനെയാണ് മെയിനായിട്ട് എർത്തും വാട്ടറും പറയുന്നുള്ളത്. ഓക്കെ, ഇപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി, ഈ ഒരു റിലേഷൻ, ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ബിക്കോസ് ഈ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ഡസൻ മാറ്റർ നിങ്ങളുടെ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ് ആവാം, എക്സ് ആവാം, വൈ ആകാം, ഓക്കെ വാട്ട് എവർ. എന്താണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ച് പേർക്കെങ്കിലും നേരിട്ട് കാണാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഈ ഒരു വ്യക്തി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഓഫ് കോഴ്സ് ലോങ് ഡിസ്റ്റൻസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഇവർ ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളെ കാണാനായിട്ടും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് സംസാരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു റിലേഷനിൽ എഫോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളുള്ളപ്പോഴാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ഒരു പക്ഷേ ഇതിപ്പം ഇവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നോ ഇവൻ എന്താണെങ്കിലും എന്തൊരു സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും ഇവർക്കൊരു കംപ്ലീഷൻ എവിടെയും ഫീൽ ചെയ്യത്തില്ല. ആ ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ആൾക്കൊരു എവിടെയും ആൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ആർക്കും ഈ ഒരു വ്യക്തിയെ ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ടും ഈ റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ടുമാണ് ഈ ഒരു ടൈമിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ പേർക്കെങ്കിലും ഇവിടെ റീയൂണിയൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾ നാളെ കുറച്ച് പേരെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമ്മൾ റീഡിങ്സിൽ വന്നിട്ടുള്ളത്. നാളെ വാലന്റൈൻസ് ഡേ ആണ്. ഒരു പക്ഷെ അതായിരിക്കാം 3 ഓഫ് കപ്സും ഡെത്തും ഒക്കെ വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ആ ഒരു വാലന്റൈൻസ് ഡേ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു ന്യൂ ബിഗിനിങ് ആയിരിക്കാം. ഈ റിലേഷനിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ട്രോമാറ്റിക് ഫേസ് അല്ലെങ്കിൽ ഈ ഒരു എനർജിയിൽ നിന്ന് ഒരു ചേഞ്ച് വരാനായിട്ടുള്ള ചാൻസസ്, സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം. ഒരിക്കലും ഇത് എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളവർ നമ്മൾ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു പ്രേയേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ദുആ, നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്കായിട്ട് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ചേഞ്ചസോട് കൂടി തിരിച്ചു വരാനുള്ള ചാൻസസ് ആണ് എനിക്കിവിടെ കാണുന്നത്. കാരണം ഇവരുടെ മൈൻഡിലും ഈ റിലേഷനിലാണെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നുള്ളൊരു ചിന്ത ആൾക്കുണ്ട്. അപ്പം ഈ റിലേഷനിൽ ഇപ്പം ഒരു പക്ഷേ ഈ റിലേഷനിൽ നിന്ന് മൂവ് ചെയ്ത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൽ എന്താ പറയുക, ഒരു പക്ഷേ ഈ റിലേഷനിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ട് ഈ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ എപ്പോഴും ഓരോരോ പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ റിലേഷനിൽ.
അപ്പം അങ്ങനെ ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങൾ ക്ലാരിറ്റി ചോദിക്കുന്ന സമയത്ത് എസ്കേപ്പ് ചെയ്യുന്നുണ്ടാവും, അല്ല റൺ ചെയ്യുന്നുണ്ടാവാം ഈ ജേണിയിൽ. ഓക്കെ, എന്താണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ചിലരുടെയൊക്കെ വ്യക്തി കിങ് ഓഫ് കപ്സ് എന്നുള്ളതിനുപരി ആ ഒരു കിങ് ഓഫ് കപ്സ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ചിലർ ആ ഒരു കിങ് ഓഫ് കപ്സ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത്, നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു വ്യക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും അവരെ പിടിച്ച് വെട്ടുന്ന ഒരു മട്ടിലായിരിക്കും നിൽക്കുന്നുള്ളത്. ലൈക്ക് നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ഈ റിലേഷനിൽ സ്ട്രഗിൾ ചെയ്തു, നിങ്ങൾ അത്രയും സ്ട്രോങ് ആയി, ഒത്തിരി സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്നുള്ള ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട്. നിങ്ങൾ പഴയതുപോലല്ല, ഇപ്പൊ നിങ്ങളുടെ എനർജിയിൽ ഒത്തിരി ഷിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എന്തെങ്കിലും വെൽ പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു പ്രശ്നവും ഇല്ലാതെ, നമ്മൾ പറഞ്ഞില്ലേ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഈ റിലേഷനെ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക് ആളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അവരെയും ബ്ലെയിം ചെയ്യാൻ പാടില്ല, അവരും നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. ആ ഒരു രീതിക്ക് ഇവർ വലിയൊരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. ഒരു പക്ഷേ ഒരു വ്യക്തി വരുന്ന ടൈമിൽ നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ മറന്നേ പോകുന്നുണ്ടാവും. ഈ ഒരു വ്യക്തിയുടെ ടോക്ക് കേട്ടിട്ടും സംസാരം കേട്ടിട്ടും എല്ലാ രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ അവർ എനർജീസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. അപ്പം എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ഈ റിലേഷനിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ, അത് എന്താ പറയുക, ഒരു പക്ഷെ അത് നടക്കേണ്ടതായിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇവരുടെ ആ ഒരു ഓവർ തിങ്കിങ് കൊണ്ട് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. എന്താണെങ്കിലും എന്താ പറയുക, എക്സാക്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതി, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ലൈക്ക് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് മൂവ് ഓൺ ചെയ്ത് പോയി, ഇവർ സ്റ്റിൽ റിലേഷനിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു തോട്ട്സ് മാത്രമാണ്. കാരണം ഈ ഒരു വ്യക്തി റിലേഷനിൽ എഫോർട്ട് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഉള്ള ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ് ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഈക്വൽ ഗിവൻ്റേക്ക് ഇവിടെ വരാതിരിക്കുന്നുള്ളതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങളുമായിട്ട് റീകണക്റ്റ് ആവണം. കാരണം ഇവർക്കും അറിയാം ലൈക്ക് ഇവരും ഓഫ് കോഴ്സ് ഈ റിലേഷനിൽ നിങ്ങളും സ്റ്റക്കാണ്, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും സ്റ്റക്കാണ്. ഇവർ ഇത്രയും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു, മൂവ് ഓൺ ചെയ്തെന്ന് തിങ്ക് ചെയ്യുമ്പോൾ പോലും ഇവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ വീണ്ടും ഈ ഒരു വ്യക്തി കംപ്ലീഷൻ ഫീൽ ചെയ്യാത്തതുകൊണ്ട് റിപ്പോർട്ട് ഇടാനായിട്ടാണ് ആഗ്രഹിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. ഓക്കെ, ഓരോ എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ നോക്കാം, എന്ത് മെസ്സേജസ് ആണ്. ഈ ഒരു വ്യക്തി നിങ്ങൾ ഭയങ്കര ജെനുവിൻ ആണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. ലൈക്ക് ഇവർ എത്രയും ഡൗൺ ആയിട്ടിരിക്കുന്ന ഫേസിൽ നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു വ്യക്തിയെ പാമ്പർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തി വിജയിക്കണം, അല്ലെങ്കിൽ ഇവർ സക്സസ്ഫുൾ ആയിട്ടിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ട്. ലൈക്ക് എന്താ പറയുക, ഈ ഒരു വ്യക്തി ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു ഇൻസെക്യൂരിറ്റീസിനെ ഒക്കെ മാറ്റിയല്ല, നിങ്ങൾ ഭയങ്കരമായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഈ ഒരു വ്യക്തിക്ക് തോട്ട്സ് വരുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ട്. ലൈക്ക് നിങ്ങൾ ഇവർക്ക് ഒത്തിരി അധികം സ്പേസ് കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിന് നിങ്ങൾ ഇവരെ പിടിച്ച് ബൗണ്ടറിയിൽ വെക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്നൊന്നും നിങ്ങൾ പറയുന്നുണ്ടാവില്ല. നിങ്ങൾ ഇഷ്ടംപോലെ സ്പേസ് ആ ഒരു വ്യക്തിക്ക് കൊടുക്കാറുണ്ട്. ആ ഒരു വ്യക്തി എങ്ങനെയാണോ അതിന്റെ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ ക്യാരക്ടറോടും കൂടി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ച് നിന്നിട്ടുണ്ട് ഈ റിലേഷനിൽ. അത് നിങ്ങളുടെ തന്നെ ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ ഇത്രയും ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരാളെ വിട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുമ്പോഴേക്കും ആ ഒരു വ്യക്തിക്ക് ശരിക്കും ഒരു റിഗ്രഷൻ ഫീൽ ചെയ്യണം. ലൈക്ക് ഞാൻ എന്തിനാണ് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ വിട്ട് കളയുന്നത്, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? ഈ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കാം, നിങ്ങളുടെ കുറച്ച് ക്യാരക്ടർ ഒരുപോലെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് ലൈക്ക് ഡിസ്ലൈക്സ് ഒക്കെ ഒരുപോലെ ആയിരിക്കാം, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഒരുപോലെ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിലെ കുറച്ച് ചില പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപോലെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷെ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം, എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ്സ്, എന്തെങ്കിലും സ്പിരിച്വൽ കണക്ഷൻസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ്. ആൻഡ് അഗെയിൻ ഞാനിവിടെ റീഡിങ്സ് തുടങ്ങുന്ന ഒരു കാര്യം ഞാൻ ടൈം സ്റ്റാമ്പ്സ് ഞാൻ കൊടുത്തേക്കാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ 3 minutes വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു.